നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 1,86,255 വോട്ടർമാരാണ് നാളെ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നത്. 112 പോളിംഗ് സ്റ്റേഷനുകളായി 203 ബൂത്തുകളിലാണ് പോളിംഗ് നടക്കുന്നത്. മൂവാറ്റുപുഴയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം നടത്തിയത്. 16 കൗണ്ടറുകളാണ് വിതരണത്തിനായി സജ്ജീകരിച്ചത്. മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂർഷിദാബാദ് സ്വദേശി സൊനാറുൽ SK യാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയത് ഉണക്കമീൻ മാർക്കറ്റിന് സമീപമുള്ള താമസ സ്ഥലത്ത്. കച്ചേരിത്താഴം പുതിയ പാലത്തിലെ കൈവരി തകർന്ന് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി. അലംഭാവം തുടർന്ന് അധികൃതർ. അപകട സൂചന മുന്നറിയിപ്പുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല. പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI ഓഡിയോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് മാത്യു കുഴൽനാടൻ. ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം വിടാൻ തയ്യാറാണെന്ന് മാത്യു കുഴൽനാടൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 112 പോളിംഗ് സ്റ്റേഷനുകളായി 203 ബൂത്തുകളാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 112 പോളിംഗ് സ്റ്റേഷനുകളിലായി 203 ബൂത്തുകളാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബൂത്ത് വനിതകളും വെള്ളോർക്കുന്നം വില്ലേജ് ഓഫീസിലെ ഒരു ബൂത്ത് ഭിന്നശേഷിക്കാരും നിയന്ത്രിക്കും. മണ്ഡലത്തിൽ ഇക്കുറി ഒരു ബൂത്തുകളെയും പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടില്ല. പോളിംഗ് സമയത്ത് 5 ഉദ്യോഗസ്ഥർ വീതം ഓരോ ബൂത്തിലും ഉണ്ടാകും. 1000-ഓളം ഉദ്യോഗസ്ഥരെയാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. 91,421 പുരുഷ വോട്ടർമാരും 94,829 സ്ത്രീ വോട്ടർമാരും 5 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 1,86,255 വോട്ടർമാരാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലുള്ളത്. 1,821 ഹോം വോട്ടർമാരിൽ 1,751 പേരും വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. സുരക്ഷിതവും പ്രശ്നരഹിതവുമായ പോളിംഗിനായി വീഡിയോ റെക്കോർഡിംഗ്, പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഓരോ ബൂത്തിലും ഒരുക്കിയിരിക്കുന്നത്. പരസ്യ പ്രചരണം അവസാനിച്ച് അവസാനവട്ട നിശബ്ദ പ്രചരണത്തിലാണ് മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥികളും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം നടത്തി. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളാണ് പിറവം മൂവാറ്റുപുഴ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം മൂവാറ്റുപുഴയിൽ നടത്തി. പിറവം, മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മുതലാണ് ആരംഭിച്ചത്. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. തിരക്ക് ഒഴിവാക്കുന്നതിനായി പിറവം മണ്ഡലത്തിലേക്കായി നിർമ്മല പബ്ലിക് സ്കൂളിൽ 20 കൗണ്ടറുകളും മൂവാറ്റുപുഴ മണ്ഡലത്തിനായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 കൗണ്ടറുകളും സജ്ജീകരിച്ചിരുന്നു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ 203 ബൂത്തുകളും പിറവം മണ്ഡലത്തിൽ 206 ബൂത്തുകളുമാണുള്ളത്. വോട്ടിംഗ് യന്ത്രം, വിവിപാറ്റ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ കേന്ദ്രം വിട്ടത്. 2 മണ്ഡലങ്ങളിലുമായി ഓരോ ബൂത്തിലും 5 പേർ വീതം ആകെ 2050 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 200ഓളം വാഹനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ റെക്കോർഡിംഗ്, പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഓരോ ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുന്നത്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ RDO പ്രേംജിയുടെയും പിറവം മണ്ഡലത്തിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ വി പ്രകാശിന്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ ഉണക്കമീൻ മാർക്കറ്റിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.
മൂർഷിദാബാദ് സ്വദേശി സൊനാറുൾ SKയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തൊഴിൽ തേടി സൊനാറുൾ മൂവാറ്റുപുഴയിൽ എത്തിയത്. മാർക്കറ്റിൽ ഇറച്ചിക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്ന സൊനാറുൾ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് താമസ സ്ഥലത്ത് അന്വേഷിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കച്ചേരിത്താഴം പുതിയ പാലത്തിലെ കൈവരി തകർന്ന കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടായിട്ടും അലംഭാവം തുടർന്ന അധികൃതർ. അപകട സൂചനാ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കാൻ പോലും ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണി നിലനിന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അലംഭാവം തുടർന്ന അധികൃതർ. തിങ്കളാഴ്ച പുലർച്ചെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് കച്ചേരിത്താഴം പുതിയ പാലത്തിൽ നടപ്പാതയുടെയും പാലത്തിന്റെയും കൈവരികൾ തകർന്നിരുന്നു. എന്നാൽ കാൽനട യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണി നിലനിന്നിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ലോറി ഇടിച്ചതിനെ തുടർന്ന് പാലത്തിന്റെ കുറച്ചു ഭാഗത്തെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുള്ള കൈവരിയും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന കൈവരിയും പൂർണ്ണമായും തകർന്ന പുഴയിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നടപ്പാതയുടെ തകർന്ന ഭാഗങ്ങളും നടപ്പാതയിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇവ നീക്കം ചെയ്യാനോ അപകട സൂചന മുന്നറിയിപ്പുകൾ സ്ഥാപിക്കാനോ കൈവരികൾ പുനഃസ്ഥാപിക്കാനോ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ്. വാഹനമിടിച്ച ഇരുമ്പ് പൈപ്പുകൾ നടപ്പാതയിലേക്ക് നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്ക് നടപ്പാതയിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ തടസ്സമായിരിക്കുകയാണ്. ഇതിനു പുറമെ പാലത്തിന്റെ കൈവരി തകർന്നിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ പുഴയിലേക്ക് വീണ് അപകടമുണ്ടാകുന്നതിനും സാധ്യതയേറെയാണ്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും അപകട മുന്നറിയിപ്പുകളും ഇവിടെ സ്ഥാപിക്കാൻ പോലും അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. MCS Hospital, we take care of your health. പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI ഓഡിയോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് മാത്യു കുഴൽനാടൻ MLA. ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം വിടാൻ തയ്യാറാണെന്നും MLA. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്നാരോപിച്ച് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI ഓഡിയോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് MLA. വ്യാജമാണെന്ന് തെളിയിക്കുന്നതിനായി ക്രിമിനൽ പരാതി കൊടുക്കട്ടെ എന്നും മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഒരു സിറ്റിംഗ് മിനിസ്റ്റർക്കെതിരെ എന്നെപ്പോലെ ഒരാൾ ഇപ്പോൾ ഒരു AI ഓഡിയോ ഉണ്ടാക്കി അതും ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈവൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ ഇന്ന് BNS പഴയ IPC പ്രകാരം ഫോർജറി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കൃത്രിമമായ ഓഡിയോ ക്ലിപ്പുകളോ ഇന്ന് ക്രിമിനൽ കുറ്റമാണ്. ഇന്നിപ്പോൾ പോലീസ് അവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അന്വേഷണം പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം കടലാസിലൊരു പരാതി എഴുതി കൊടുത്താൽ എനിക്കെതിരെ ഇന്ന് ക്രിമിനൽ നടപടി ഉണ്ടാകണ്ടേ? ഇന്നുണ്ടാകണ്ടേ? AI വീഡിയോ ആണോ സംശയിപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഞാനിപ്പോൾ പരാതി കൊടുത്താൽ പോലീസ് പ്രതികരിക്കത്തില്ല, കാരണം ഭരണം അവരുടെ ആയിരുന്നു. ഇതിപ്പോൾ അവർ ഭരണത്തിലിരിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ കൃത്രിമമായ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അവർ നടപടിയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ക്രിമിനൽ കംപ്ലയിൻറ്റ് കൊടുക്കട്ടെ. ക്രിമിനൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോഴുള്ള എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്കാരോ അല്ലെങ്കിൽ ഇനി ഇതിന് പുറകെ വരുന്ന സർക്കാരോ അത് അന്വേഷിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം വിടാൻ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കാനും തയ്യാറാണെന്നും MLA പറഞ്ഞു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നൊക്കെ പറയുമല്ലോ. ശാസ്ത്രീയ പരിശോധനയൊക്കെ ഞാനും അങ്ങനെ വെറുതെ ഒരു കാര്യം പറഞ്ഞു കൂട്ടണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ കിട്ടുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അതിന് മിനിമം വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അതിനുവേണ്ടി സമയമെടുക്കും, അതിനുവേണ്ടി കാര്യങ്ങൾ എടുക്കും. സോ ദാറ്റ് ഈസ് അവർ ശാസ്ത്രീയ പരിശോധന നടത്തുന്നല്ലേ പറഞ്ഞു. അത് ഞങ്ങൾ ശാസ്ത്രീയമായിട്ടൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ എല്ലാ കാര്യവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നുകൊണ്ടുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം പറഞ്ഞിരുന്നു, ഈ കരിമണൽ കർത്തയുടെ ഡയറിയിൽ PV എന്ന് എഴുതിയിരിക്കുന്നത് പിണറായി വിജയനാണ് അന്ന് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത്. PV എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ആ ഡയറി ഒറിജിനലി പുറത്തു വന്നല്ലോ. PV പിണറായി വിജയൻ എഴുതിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു
PV പിണറായി വിജയൻ അല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇത് ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഓഡിയോ ക്ലിപ്പാണ് എന്ന് തെളിയിച്ചാൽ ഐ വിൽ ജസ്റ്റ് ക്വിറ്റ് പോളിറ്റിക്സ്. അല്ലെങ്കിൽ ഞാൻ ഇനി ഈ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഞാൻ MLA സ്ഥാനം രാജിവെച്ച് എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഇതിനപ്പുറം നമ്മളെങ്ങനെയാണ് പറയും? ഇതിനപ്പുറം നമ്മളെങ്ങനെ എന്താ പറയും? PVയുടെ കാര്യം നിങ്ങൾ മറന്നു കാണും. ഞാൻ അന്ന് പറഞ്ഞു, LDF എന്നെ ഞാനെല്ലാം ചെയ്യുന്ന തെറ്റാണെന്ന് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്ന CPM-നോട് ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞതാണ്. PV പിണറായി വിജയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. PV ഞാനല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ നാളുകളിൽ ആ ഡയറി പുറത്തു വന്നു. ഡയറിയിൽ നമ്മൾ PVയുടെ നേരെ പിണറായി വിജയൻ എഴുതിയിരിക്കുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ കണ്ടു. അപ്പോൾ ആരാണ് കള്ളം പറഞ്ഞത്? കള്ളം പറഞ്ഞ മാത്യു കുഴൽനാടാണ്, പിണറായി വിജയനാണ്. ഇതെല്ലാവരും ചേർന്ന് കോടാനുകോടി രൂപ സമ്പാദിച്ച് കേരളത്തെ ഒറ്റുകൊടുത്ത, കേരളത്തെ തകർത്ത സംഭവമാണ്. ഇതിനോടനുബന്ധിച്ചും ധാരാളം കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്നത് കൊള്ളയാണ്, അഴിമതിയും കൊള്ളയും. പ്രളയം കൊണ്ട് ലാഭമുണ്ടായത് CPM-നാണെന്നും സമയബന്ധിതമായി ഡാം തുറന്നിരുന്നെങ്കിൽ പ്രളയം ഉണ്ടാകുമായിരുന്നില്ല. ദുരന്ത നിവാരണം വരുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണെന്നും നഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ MLA. അതായത് നിങ്ങൾ ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ ഫൈൻഡിങ് അമിക്കസ് ക്യൂറി ഡൺ എ ഗ്രേറ്റ് ജോബ്. അതിൻ്റെ അകത്ത് അതിനുശേഷം ഒരുപാട് അതിൻ്റെ പറയാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. ഈ കേന്ദ്ര ഏജൻസിയായ C&AGയുടെ റിപ്പോർട്ടിൽ കേരളത്തിലെ ഡാമുകൾക്ക് റൂൾ കർവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. നാളുകളായി പറഞ്ഞിട്ട് അവരെ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. റൂൾ കർവ് ഉണ്ടായിരുന്നെങ്കിൽ നിയമപരമായി ഇത്ര സെൻറ്റിമീറ്റർ വരുമ്പോൾ അവർ തുറന്നുവിടാൻ ബാധ്യസ്ഥരായിരുന്നു. റൂൾ കർവ് ഉണ്ടാക്കാതെ വെച്ചുകൊണ്ടിരുന്ന ഈ സർക്കാരാണ്. റൂൾ കർവ് ഉണ്ടാക്കണമെന്ന് കേന്ദ്ര C&AG സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും റൂൾ കർവ് ഉണ്ടാക്കാതിരുന്ന ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയുടെ പേരിൽ, ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റാത്തതിൻ്റെ പേരിലാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്രളയം ഇതുപോലെ സഫർ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ മാത്യു ടി തോമസിനും തുറന്നു വിടണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർക്ക് നിങ്ങൾ തുറക്കാൻ പറ്റേ എന്ന് പറയാൻ കഴിയില്ല. റൂൾ കർവ് ദാറ്റ്സ് എ റൂൾ. അങ്ങനെയാണ് ഈ നോംസും സ്റ്റാൻഡേർഡ്സും മാത്രമല്ല, തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ കൺവെൻഷണൽ പ്രോട്ടോകോൾസും ഒരു ബ്രേക്ക് ചെയ്തില്ലേ? ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരം കൊടുത്തത്? ചെങ്ങന്നൂരിലെ ചെളി അടിച്ചു കയറാൻ കാരണം എന്താ? താഴത്തെ സ്യൂസ് തുറക്കാൻ they break all the conventional codes of dam management. Who authorized them to do this? ആരാണ് ഇവരൊക്കെ? ജനമല്ലേ സഫർ ചെയ്തത്, കേരളമല്ലേ സഫർ ചെയ്തത്. എത്ര $1 million അല്ലെങ്കിൽ എത്ര കോടാനുകോടി രൂപയുടെ നഷ്ടം സഹിച്ചു? അവർക്കാർക്ക് നഷ്ടം ഉണ്ടായില്ല. പ്രളയം കൊണ്ട് ലാഭം ഉണ്ടായ പാർട്ടിയാണ് CPM. നഷ്ടപ്പെട്ടത് മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ഇന്ന് ആരോ പറഞ്ഞതെന്ന് ഞാൻ പശുവും ചത്തു, മോരിൻ്റെ പുളിയും പോയി. ശരിയാണ്, പശു ചത്തു. പക്ഷേ ഇത് അനുഭവിച്ചതിൻ്റെ വേദനയുണ്ടല്ലോ, അതിപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് മന്ത്രിമാർ നിങ്ങൾ ഈ സുഖലോലുപതയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ മറന്നു പോകുന്നതാണ്. മോരിൻ്റെ പുളി മാറിയിട്ടില്ല, ഇറ്റ് സ്റ്റിൽ ദർ. കാരണം ദ ഹോൾ ഓപ്പറേഷൻസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിൽ ചെയ്തതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇനീഷ്യേഷൻ ഇല്ലാതെ മാത്യു ടി തോമസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. മുഖ്യമന്ത്രി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് അവർക്ക് കിട്ടി. അതിൻ്റെ ഇടയ്ക്കാണ് അവർ അതിൻ്റെ ലാഭം ഉണ്ടായത്. സോ വലിയ കൊള്ള നടക്കുമ്പോൾ ചെറിയ വീതം കൂടെ നിൽക്കുന്നവർക്ക് കിട്ടുമല്ലോ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. മേരി മദ കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്ന് വ്യക്തമാക്കേണ്ടത് K. കൃഷ്ണൻകുട്ടിയാണെന്നും MLA പറഞ്ഞു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ആരക്കുഴ മാതേക്കൽ ഡോക്ടർ ജോയ് ഇംഗ്ലണ്ടിൽ ബെഡ്ഫോർഡിൽ നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച ഇംഗ്ലണ്ടിൽ നടക്കും. പരേതൻ ലിസി ഹോസ്പിറ്റൽ, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ന്യൂറോളജി സർജനായിരുന്നു. ഭാര്യ ആനി, മക്കൾ ഡോക്ടർ ഷോൺ മാതേക്കൻ, ഷീന മാതേക്കൻ, ഡോക്ടർ ഷിവോൺ മാതേക്കൻ, മരുമക്കൾ ആലീസ് കർട്ടിസ്റോസ്, റയൻ മോദിഹാൻ, ഡോക്ടർ ഡേവിഡ് പാറക്ക. വാളകം മനയത്തുകുടിയിൽ ജാനകി 83 നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച 10 വീട്ടുവളപ്പിൽ. മക്കൾ ദാസ് MK, സുജാത, സുനിത, സിന്ധു MK, മരുമക്കൾ ശ്രീദേവി ദാസ്, വേണു, പ്രസാദ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.